ക്ഷമ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ഈ ഒരു ക്യാരക്ടർ ഒരു ഡിവൈൻ ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഡിവൈൻ ആട്രിബ്യൂട്ടാണ് ശരിക്കും ക്ഷമയെന്ന് പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ജന്മനാ ചില വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള ഡിവൈൻ ക്വാളിറ്റി ഒരു വ്യക്തിയിൽ തന്നെ കാണാം. ക്ഷമിക്കാനുള്ള കഴിവ്, സ്നേഹിക്കാനുള്ള കഴിവ്, അങ്ങനെയൊക്കെയുള്ള ചില ഡിവൈൻ ക്വാളിറ്റി ജന്മനാ തന്നെ ചില വ്യക്തികളുണ്ടാകാം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ചില ആൾക്കാർ കാണുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ, അയാളെ നോക്കി അയാൾ എന്തൊക്കെ തന്നെ സിറ്റുവേഷൻ വന്നാലും പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വന്നാലും അയാൾ വളരെ ക്ഷമയുള്ളവനായിട്ട് നിൽക്കുവാണ്. അത് അയാളിൽ ബോൺ ക്യാരക്ടറായിട്ട് വന്നിരിക്കുക. പ്രാക്ടീസിലൂടെ ക്ഷമ പരിശീലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറത്ത് പറ്റില്ല. ക്ഷമിക്കുന്ന എല്ലാവർക്കും ദൈവിക ഒരു അനോയിൻറ്റിങ് ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. ക്ഷമ എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ക്വാളിറ്റിയാണ്. ചില വ്യക്തികളിൽ ആ ഡിവൈൻ ക്വാളിറ്റി ജന്മന ഉണ്ടാകുമെന്ന് മാത്രം. ഇനി ശരിക്കും ക്ഷമ ഒരു വ്യക്തിക്ക് വേണമെന്ന് ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണെങ്കിൽ, കാരണം എനിക്കിപ്പോൾ ക്ഷമിക്കാനായിട്ടുള്ളൊരു കഴിവില്ല, എനിക്ക് ക്ഷമ വരുന്നില്ല, എനിക്ക് അങ്ങനെ ചില സിറ്റുവേഷനിൽ പോയി നിൽക്കുമ്പോൾ ക്ഷമിക്കാൻ പറ്റുന്നില്ല, പക്ഷേ എനിക്ക് ക്ഷമ ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ക്ഷമാശീലം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു ദൈവികമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായി ആ ദൈവികമായ ഒരു ക്യാരക്ടറായിട്ട് ആ ക്ഷമ അദ്ദേഹത്തിനകത്ത് എന്ത് വരണം, നിക്ഷേപിക്കപ്പെടണം. എന്നാൽ മാത്രമേ അതിനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ഇദ്ദേഹം ശരിക്കും ക്ഷമിക്കുന്നൊരു വ്യക്തിയാണെന്ന്. ഒരു സിറ്റുവേഷൻ പറയാം. ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ നോട്ടിനെസ്സൊക്കെ കാണിക്കുവാണ്. അപ്പോൾ നമുക്കറിയാം ആ കുഞ്ഞിൻ്റെ ആ ഒരു പ്രായത്തിനകത്തുള്ള ചില വികൃതിയാണ് ഇതെന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് കണ്ണടയ്ക്കുന്നു. അതിനെയും ക്ഷമയുടെ പട്ടികയിൽ പെടുത്താമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പെടുത്തിയേക്കാം. അപ്പോൾ ചില വ്യക്തികളുടെ അറിവില്ലായ്മയോ ഇഗ്നറൻസോ ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് അതവൻ്റെ അറിവില്ലായ്മയാണെന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ണടയ്ക്കുന്നതിനെ ക്ഷമയെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മുടെ എന്താ പറയുന്ന ഒരു പക്വത എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു അറിവിൽ നിന്ന് നമ്മൾ കാണിക്കുന്ന ഒരു കാര്യമാണെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ തെരുവിൽ നിന്ന് ഒരാൾ നമ്മളെ ഇങ്ങനെ ചീത്ത വിളിക്കുകയാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ നോക്കിയിട്ട് നിങ്ങൾ ബാഡ് വേർഡ്സ് പറയുവാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പം ആ വ്യക്തി ശരിക്കും ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരു വ്യക്തിയാണെന്നോ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, പ്രതികരിക്കാൻ പോകത്തില്ല. അപ്പോൾ അത് ക്ഷമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ഷമയല്ല, സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ശരിക്കുമുള്ള ക്ഷമയെന്ന് പറയുന്നത് ഒരു ഡിവൈൻ ക്വാളിറ്റിയാണ്. ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്നെ ഒരാൾ മനഃപൂർവ്വമായിട്ട് ഉപദ്രവിക്കാൻ വരുവാണ്, എനിക്ക് വന്നിട്ട് 2 അടി തന്നു. എനിക്ക് തിരിച്ച് പ്രതികരിക്കാതെ അദ്ദേഹത്തോട് ക്ഷമിച്ചു എന്ന് പറയാൻ പറ്റുമോ? വേറൊരു കാര്യം അതിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ എനിക്ക് വന്ന് 2 അടി തന്നു, തിരിച്ചടിക്കാനായിട്ടുള്ള കായിക ക്ഷമത എനിക്കില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചടിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിന് ക്ഷമയെന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ ക്ഷമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിവൈൻ ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അത് ഡിവൈൻ എന്ന് പറയാൻ കാര്യം. അതെല്ലാവർക്കും കിട്ടുന്ന ഒരു വരമല്ല, അത് ശരിക്കും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ആർജിച്ചെടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്, പ്രാക്ടീസിലൂടെ കിട്ടുന്നൊരു കാര്യമല്ല. ഒരു വ്യക്തിക്ക് അത്തരത്തിൽ ക്ഷമാശീലം വേണം, പരിശീലിക്കണം, അത് തൻ്റെ ലൈഫിന് അതൊരു പാർട്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവിക ഭാവത്തിലേക്ക് ആ വ്യക്തി എത്തണം. അപ്പോൾ ഇപ്പം മതത്തിനെ വെച്ച് ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സാമ്പിൾ പറയാൻ പറ്റും. ഞാനതുകൊണ്ട് മതത്തിൻ്റെ എക്സാമ്പിളിലേക്ക് പോകുന്നില്ല. ശരിക്കും മെഡിറ്റേഷനിലൂടെ ദൈവിക ഭാവത്തെ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റും. സോ ഒരു ഉപാധിയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഞാൻ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ബോഡി മെഡിറ്റേഷനെ കുറിച്ചോ മൈൻഡ് മെഡിറ്റേഷനെ കുറിച്ചിട്ടോ അല്ല പറയുന്നത്, ഒരു ഡിവൈൻ മെഡിറ്റേഷനാണ്. ഡിവൈൻ മെഡിറ്റേഷനിലൂടെയാണ് ദൈവിക ഭാവങ്ങൾ ഒരു വ്യക്തിയിലേക്ക് വന്ന് നിറയുന്നത്. അങ്ങനെ മെഡിറ്റേഷനിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് എഫേർട്ടില്ലാതെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഈ ഒരു ക്ഷമാശീലം ഓട്ടോമാറ്റിക്കലി ഉണ്ടായി വരും. അങ്ങനെ വരുന്ന ക്ഷമാശീലത്തിന് മാത്രമേ സസ്റ്റൈനബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പരിശീലനത്തിലൂടെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ വരുമ്പോൾ അപ്പോൾ അത് നിവർത്തിക്കാൻ പറ്റാതെ വരും, നമ്മുടെ കൺട്രോളിൽ നിന്ന് അത് വിട്ടുപോകും. പക്ഷേ ഇത്തരത്തിൽ മെഡിറ്റേഷനിലൂടെ വന്നു ചേരുന്ന ഒന്നായിട്ട് ക്ഷമ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് നിലനിൽപ്പുണ്ടാവും, സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു നല്ലൊരു മെത്തേഡാണ്, അതും ഡിവൈൻ മെഡിറ്റേഷൻ. ക്ഷമാശീലം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ക്ഷമാശീലം ലഭിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ ലൈഫിനകത്ത് എപ്പോഴും കാമായിട്ട്, ക്വയറ്റായിട്ട്, പീസ്ഫുള്ളായിട്ട്, സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻവയർമെൻ്റ് ഉണ്ടാകും. ഇപ്പോൾ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ
ആ എന്തെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ മനസ്സിനകത്ത് കിടന്ന് നമുക്ക് ഇറിറ്റേഷൻ എപ്പോഴും തന്നുകൊണ്ടിരിക്കും. എപ്പോഴും ടെൻഷനും സ്ട്രെസ്സും നമുക്ക് അനുഭവിക്കേണ്ടി വരും. കാരണം അത് നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സമാധാനം പോവും, സന്തോഷം പോവും, നമ്മുടെ ആ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിനകത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അത് നമ്മളെ ഡെയിലി റൂട്ടീനെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ ശരീരത്തെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ മറ്റുള്ള റിലേഷൻഷിപ്പിനകത്ത് നമുക്കത് അഫക്റ്റ് ചെയ്യും. സോ എപ്പോഴും ഒരു ഇറിറ്റേറ്റഡ് മൂഡായിരിക്കും. പക്ഷേ ശരിക്കും ക്ഷമാശീലം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മൈൻഡ് കാമായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും പീസ്ഫുള്ളായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. ചില ആഫ്റ്റർ എഫക്ട്സിനെ ഈ ക്ഷമാശീലമുള്ളവർക്ക് ആഫ്റ്റർ എഫക്ട്സിനെ ഇല്ലാതെ ആക്കാൻ പറ്റും. മേ ബി ചിലപ്പോൾ വേൾഡ് വാർ പോലുള്ള ചില കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ പിന്നിൽ റൂട്ട് കോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വ്യക്തികൾക്ക് ചില കാര്യങ്ങളോട് ക്ഷമിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അത് വേൾഡ് വാർ വരെ എത്തിക്കാൻ പറ്റുന്ന ഒന്നാണ് ക്ഷമയില്ലായ്മ എന്ന് പറയുന്നത്.